ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് സംസ്ഥാനം പരിഗണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആ സമയം. ഞങ്ങൾ എന്ത് പറഞ്ഞ് ആക്ഷേപിച്ചാലും അത്തരം ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ ഒന്നും ഞങ്ങളെ തെല്ലും ഞങ്ങൾ കൂസില്ല എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഈ സമരത്തെ പരിഗണിച്ചു. ഈ സമരം മൂലം അതൊരു ദേശീയ പ്രാധാന്യത്തിൽ തന്നെ ആശമാർക്ക് അതിൻ്റെ ഒരു പ്രയോജനത്തിലേക്ക് വന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ദിവസം പിന്നിടുമ്പോഴും തങ്ങളുടെ ശക്തി ചോരാതെ തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിനോട് ചോദിച്ചു വാങ്ങാൻ കാണിക്കുന്ന ഈ ധൈര്യം, ഇതാണ് സ്ത്രീ ശക്തി. തങ്ങളുടെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും അവരുടെ ഓണറേറിയം അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. എന്നാൽ പറഞ്ഞ വാക്ക് അത് പാലിക്കുക എന്നതാണ് നമ്മുടെ സർക്കാരിൻ്റെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഉദ്യമം. അതായത് സർക്കാർ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞിരുന്നത് കേന്ദ്ര സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ബാക്കി സർക്കാർ, ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അവർ ഉറപ്പായിട്ടും ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആശാ വർക്കർമാർക്ക് സർക്കാർ നൽകിയ ആ ഒരു സത്യം, അതായത് അവർക്ക് കേന്ദ്ര സർക്കാർ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ അവരാവശ്യപ്പെടുന്ന കാര്യം അവർക്ക് നടത്തിക്കൊടുക്കും എന്ന് പറഞ്ഞ ആ വാക്ക് പാലിക്കുകയാണ് സർക്കാർ ഇനി ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു വിജയമായിട്ട് തോന്നുന്നുണ്ടോ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ആനുകൂല്യം? തീർച്ചയായിട്ടും. കാരണം ആശാ വർക്കർമാരെ സംബന്ധിച്ച് അവരുടെ വേതനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ഓണറേറിയവും കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഇൻസെൻറ്റീവുമാണ്. കേന്ദ്ര ഗവൺമെൻറ് 18 വർഷം മുമ്പ് ഈ സ്കീം പ്രഖ്യാപിക്കുന്ന സമയത്ത് നിശ്ചയിച്ച നിരക്കാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളത് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 2 തവണ ഞങ്ങൾ പാർലമെൻറ്റ് മാർച്ച് നടത്തിയിരുന്നു. എന്നാൽ ഈ ഫെബ്രുവരി 10-ാം തീയതി ആരംഭിക്കുന്ന സമരം സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. അതോടൊപ്പം വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക. ഫെബ്രുവരി 7-ന് നടന്ന സംസ്ഥാന ബജറ്റിൽ ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു നിരാഹാര അനിശ്ചിതകാല സമരം ഇവിടെ ആരംഭിച്ചത്. ആ സമരം 168 ദിവസം പിന്നിടുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കുക ചെയ്യണം. ഈ സമരത്തെ പിന്തുണച്ച് വന്ന MP-മാർ ഞങ്ങളോട് വന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടത് നിങ്ങളിത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാവശ്യപ്പെടുകയും അവരിത് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും അവരത് ഉന്നയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ആശാമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമെന്നൊരു പ്രഖ്യാപനം അന്ന് മാർച്ച് മാസത്തിൽ നടത്തുകയുണ്ടായി. ആ വർധനവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഒരു നേരിയ വർധനവാണ്, പക്ഷേ എന്നിരുന്നാലും അത് ഇന്ത്യയിലെ 10 ലക്ഷം ആശാ വർക്കർമാർക്ക് പ്രയോജനം ചെയ്യുന്നൊരു വർധനവാണ്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് സമരത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ വിജയം തന്നെയാണ്. രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമരമായി അതിലൂടെ അത് മാറുകയാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ നിങ്ങളോടൊപ്പമാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളും ഈ സമരത്തോടൊപ്പമാണ്. ആ അർത്ഥത്തിൽ ഈ സമരം ഒരു വലിയ വിജയം തന്നെയാണ്. ഇനി സംസ്ഥാന സർക്കാരാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് സംസ്ഥാനം പരിഗണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആ സമയം. അതെ, അതുകൊണ്ട് അടിയന്തരമായി ഇത് വർദ്ധിപ്പിച്ചുകൊണ്ട് 168 ദിവസം ഈ പേമാരിയിലും ഈ വെയിലിലും ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ ഈ തെരുവിൽ കിടക്കുന്ന സ്ത്രീകളെ ഇനിയെങ്കിലും ഗവൺമെൻറ് പരിഗണിക്കണമെന്നാണ്. സ്ത്രീ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് സർക്കാർ. സ്ത്രീകൾ മോശക്കാരല്ലെന്നുള്ള അബലകളല്ല, ഒരിക്കലുമല്ല. അവർ വളരെ ധൈര്യമുള്ള ആളുകളാണ്, വലിയ കാര്യശേഷിയുള്ള ആളുകളാണ്. ഈ സമരമുഖത്തും ഞങ്ങൾ കാണുന്നു ഓരോ ആശയുടെയും ജീവിതം അങ്ങേയറ്റം കരളലിയിക്കുന്നതാണ്. അതെ, പക്ഷേ ആ പ്രതിസന്ധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിനൊരു മാതൃക കാണിക്കുവാൻ, ഒരു മുന്നോട്ട് പോകാനുള്ള ഊർജം പകരുവാൻ ഈ സമരത്തിന് ഈ വനിതകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിൻ്റെ സമര ചരിത്രത്തിൽ മുഖ്യമന്ത്രിക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ എന്ത് പറഞ്ഞ് ആക്ഷേപിച്ചാലും അത്തരം ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ ഒന്നും ഞങ്ങളെ തെല്ലും ഞങ്ങൾ കൂസില്ല എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇന്നും അധിക്ഷേപങ്ങൾ ചൊരിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. അവർ പണം കൊടുത്തിരിക്കുന്ന ആളുകൾ അങ്ങേയറ്റം അധിക്ഷേപ വാക്കുകൾ ചൊരിയുന്നത്, അതൊന്നും ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഞങ്ങളുടെ മുന്നിൽ ഉറച്ചൊരു ലക്ഷ്യമുണ്ട്, തീർച്ചയായിട്ടും നേടിയെടുത്തുകൊണ്ട് മാത്രമേ. ഉറപ്പായിട്ടും നിങ്ങളുടെ വിജയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവരുടെയും ആഗ്രഹം. ഉറപ്പായിട്ടും അത് നടക്കട്ടെ എന്ന് തന്നെയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം വന്നതുപോലെ സംസ്ഥാന സർക്കാരും നിങ്ങളുടെ സമരവും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഉത്തരവുകൾ ഇറക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുക. 168 ദിവസമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടല്ലേ, ഈ ഒരു സമരവും കാര്യങ്ങളുമായിട്ട്. ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു മാറ്റം? സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ
സംസ്ഥാന സർക്കാരും ഓണറേറിയം വർദ്ധിപ്പിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് ഓർഡറായിട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ ന്യൂസ് ചാനലുകൾ വഴിയാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരള സർക്കാരും പറഞ്ഞ വാക്ക് പാലിക്കേണ്ടതാണ്. പക്ഷേ ഇത്രയും ദിവസം ഇരുന്നിട്ടും ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ കേന്ദ്രത്തിൽ നിന്നും കേന്ദ്രം പറഞ്ഞിരുന്നു വർദ്ധിപ്പിക്കാമെന്ന്. അന്ന് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി സാർ ഇവിടെ വന്നിരുന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ അത് ചർച്ച ചെയ്തു. നമ്മുടെ എംപിമാരെല്ലാം പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. ഇപ്പം അതിനൊരു വർധന ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരും ഞങ്ങൾക്ക് വർധന ഉണ്ടാക്കും. ഞങ്ങളുടെ ഓണറേറിയത്തിൽ വർധന ഉണ്ടാക്കി തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രം ഓണറേറിയം അല്ല വർദ്ധിപ്പിച്ചിരിക്കുന്നത്, ഇൻസെന്റീവാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇൻസെന്റീവ് വർധനവ് ആവശ്യപ്പെട്ട് ഞങ്ങളുടെ സംഘടന 2 തവണ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. പിന്നീട് ഫെബ്രുവരി 10 ഈ സമരം തുടങ്ങിയതിന് ശേഷം കേരളത്തിലെ എല്ലാ എംപിമാരും, ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ എംപിമാരും ഈ പന്തലിൽ എത്തുകയും ആശമാരുടെ വിഷയങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ഈ ആശാ സ്കീം വന്നതിന് ശേഷം ഇതുവരെ അന്നുണ്ടായിരുന്ന ഇൻസെൻറ്റീവാണ് ഇതുവരെ ഉള്ളത്. അപ്പോൾ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡായിരുന്നു. എന്തായാലും അത് പാർലമെൻറ്റിൽ എല്ലാ എംപിമാരും ഈ വിഷയം ഉന്നയിച്ചതിൻ്റെ ഫലമായിട്ട് രാജ്യത്തെ 10 ലക്ഷം ആശമാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഇൻസെൻറ്റീവ് വർധനവിനെ കുറിച്ചിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പ്രഖ്യാപനമല്ല, ഇന്നലെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി NHM അവിടെ അങ്ങനെ ഒരു തീരുമാനം ആലോചിച്ച് വന്നു എന്ന് പറയുന്നത്. അതിന് ഓർഡർ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അകത്തൊരു വ്യക്തത ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു നടപടിയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ചെറിയൊരു വർധനമാണെങ്കിൽ പോലും വളരെ വിരമിക്കൽ ആനുകൂല്യം 50,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു വർധനവും ചെറിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളാണെങ്കിൽ പോലും കണ്ടു എന്നുള്ളതും ഈ സമരത്തെ പരിഗണിച്ചു. ഈ സമരം മൂലം അതൊരു ദേശീയ പ്രാധാന്യത്തിൽ തന്നെ ആശമാർക്ക് അതിൻ്റെ ഒരു പ്രയോജനത്തിലേക്ക് വന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഓണറേറിയം വർധനവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ്. ആ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കേണ്ടതും വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കേണ്ടതും പെൻഷൻ പ്രഖ്യാപിക്കേണ്ടതും സംസ്ഥാന സർക്കാരാണ്. അത് സംസ്ഥാന സർക്കാർ ചെയ്യണം. ഈ സമരം തുടങ്ങിയ സമയം മുതൽ ആരോഗ്യമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഇവരെല്ലാവരും പറഞ്ഞിരുന്നത് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ, ഞങ്ങൾ വർദ്ധിപ്പിക്കാം അത് എന്നുള്ളതാണ്. കേന്ദ്രം വർദ്ധിപ്പിച്ചു, ഇതാണ് അതിൻ്റെ സമയം. ഇന്ന് തന്നെ സർക്കാരിന് തീരുമാനമെടുക്കാവുന്ന വിഷയമുള്ളൂ. വർദ്ധിപ്പിച്ച് ഈ രീതിയിൽ ആശമാരെ തെരുവിലിരുത്താതെ എത്രയും വേഗം ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള തീരുമാനം എടുക്കണം. 233 രൂപ ഓണറേറിയം എന്ന് പറയുന്നത് തീരെ ചെറിയ തുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വില വെച്ചാണെങ്കിൽ 2 ദിവസം ആശമാർക്ക് പണിയെടുത്താലേ 1 കിലോ വെളിച്ചെണ്ണ വാങ്ങാൻ പറ്റുള്ളൂ. ആ രീതിയിൽ വിലക്കയറ്റവും ചാർജ് വർധനവുകളൊക്കെ പോകുമ്പോൾ ഈ സമരത്തിൻ്റെ ഡിമാൻഡ് 100% ന്യായമാണെന്ന് കേരളം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു ഇടപെടലും ആ രീതിയിലാണ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, കേന്ദ്രം തരുന്ന ഇൻസെൻറ്റീവിന് സംസ്ഥാന സർക്കാർ മാനദണ്ഡം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇൻസെൻറ്റീവിനെയും ഓണറേറിയത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇൻസെൻറ്റീവിൻ്റെ അകത്ത് വ്യത്യാസം ഉണ്ടാകുമ്പോൾ, അതിൽ കുറവുണ്ടാകുമ്പോൾ ഓണറേറിയം പകുതിയായി കുറയുന്ന 7,000 രൂപ എന്നുള്ളത് 3,500 രൂപയായിട്ട് കുറയുന്ന രീതിയിൽ ഒരു വിചിത്രമായിട്ടുള്ളൊരു ഉത്തരവ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി നിരവധി ആശമാർക്ക് ഓണറേറിയം കുറയുന്ന സാഹചര്യം കഴിഞ്ഞ മാസങ്ങളിലുണ്ടായി. കേന്ദ്രം തരുന്ന ഇൻസെൻറ്റീവിൽ മാനദണ്ഡങ്ങൾ എല്ലാം ഒഴിവാക്കാൻ ആ ഉത്തരവ് പൂർണ്ണമായും റദ്ദ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം കൂടി സർക്കാർ, നമ്മുടെ സമരത്തിൻ്റെ ഡിമാൻഡാണ്. സംസ്ഥാന സർക്കാർ എത്രയും വേഗം ആ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ സമരത്തിൻ്റെ ആവശ്യം. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഇവിടെ തന്നെ കഞ്ഞിവെക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ നിരാഹാര സമരം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇവിടെ കഞ്ഞിവെക്കാതെ വേറെ ഞങ്ങളുടെ ഒരു സ്ഥലത്തു നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരികയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത്. അല്ല, അതിനുള്ള കാശും മറ്റുള്ള ചെലവിനുള്ള ഞങ്ങൾക്ക് പൊതുജനങ്ങളുടെ വലിയ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഫണ്ടായിട്ടും ഉൽപ്പന്നങ്ങളായിട്ടും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാണ് നിങ്ങൾക്ക്, തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളാണ്, പൊതുസമൂഹമാണ് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവരാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്കൊരു എന്താ പറയുക, നിങ്ങളുടെ വിജയം കാണണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കും ഉണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആശമാരുടെ സമരമല്ലേ, ഇപ്പോൾ 6 മാസത്തോട് അടുക്കുകയാണ്. ഈ സമരം ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പണിയെടുക്കുന്ന ആളുകളുടെ ഒരു സമരമായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല സ്ത്രീ ശക്തിയാണിത്. തീർച്ചയായിട്ടും.
അപ്പൊ അവരുടെ വിജയം സ്ത്രീകള് ഞങ്ങളെ പോലുള്ളവരുടെയും വിജയമാണ്. അതെ അതെ, ഈ സമരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പണിയെടുക്കുന്ന, കേരളത്തിലെ എന്നല്ല എവിടെയും ഇന്ത്യയിലെമ്പാടും പണിയെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും വിജയമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിജയിക്കട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കട്ടെ, സർക്കാർ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു. ഈ സമരം നിലനിന്ന് പോകുന്നത് ഇപ്പം 168 ദിവസമായി. 233 രൂപ ഓണറേറിയം വാങ്ങുന്ന ആശമാർക്ക് എന്തായാലും ഈ രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് അതിൻ്റെ സാമ്പത്തികം കണ്ടെത്താന്നുള്ള സാധിക്കുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ ഈ സമരത്തെ നിലനിർത്തുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. ഇവിടെ സമരം തുടങ്ങി ഇന്നോളം ഇവിടെ ഓടുന്ന പല ഓട്ടോക്കാരും അവരുടെ കൂലിയിൽ നിന്ന് അവർക്ക് ദിവസം ഓടിക്കിട്ടുന്നതിൽ നിന്നൊരു ചെറിയ വിഹിതം, അത് 100 രൂപയോ അത്രയൊക്കെ കൊണ്ടുതരുന്ന വലിയ കാര്യമാണ്. പിന്നെ പലപ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് തന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അവിടെ പത്രം വിൽക്കുന്ന ഒരു ചേട്ടൻ എല്ലാ ദിവസവും ഒരു പത്രം ഇവിടെ ഫ്രീ ആയി കൊണ്ടുതരും. ഒരു ക്യാൻ വെള്ളം സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുതരുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഒരു അമ്മ വരുന്നുണ്ട്, അവർ ഒരു പെൻഷനറാണ്. എന്താണെന്നൊന്നും നമുക്കറിയില്ല. എല്ലാ മാസവും അല്ലെങ്കിൽ അവർക്ക് പെൻഷൻ കിട്ടുന്ന സമയത്തൊക്കെ അവർ വന്ന് ഇവിടെ അരിയും പയറും ഒക്കെ കൊണ്ടുവന്ന് വരും. അവരെ കൊണ്ടുവരുന്ന ഓട്ടോക്കാർ പലപ്പോഴും അവരോട് പൈസ വാങ്ങാറില്ല, ഇങ്ങോട്ടാണ് വരുന്നതെന്നുള്ളത്. ഒരു തവണ ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, അവർ വരുമ്പോൾ അവർ പൈസ എടുത്ത് നീട്ടുമ്പോൾ അത് വാങ്ങാതെ പോയി. അത് ഇത് ഈ സമരത്തോടുള്ള ജനങ്ങളുടെ ഐക്യദാർഢ്യമാണ്. തീർച്ചയായിട്ടും ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും പണിയെടുക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ഈ സമരം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നൽകുന്ന സപ്പോർട്ട്, സ്ത്രീകൾ മാത്രം സ്ത്രീകൾ നയിക്കുന്ന സമരം, ഈ നാട്ടിലെ പണിയെടുക്കുന്നവൻ്റെ ഒരു അഭിമാനം ഉയർത്തിയ സമരം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് ഉയർത്തിയ സമരം. പിന്നെ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് കോവിഡിന്റെ സമയത്ത് ആശമാർ ചെയ്ത സേവനം കേരളം മറക്കില്ല. അപ്പോൾ അതിന് ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുന്നുള്ളൂ. ആ രീതിയിൽ ജനങ്ങൾ സ്നേഹിക്കുന്നു, ജനങ്ങൾ സമരത്തെ കൈമയും മറന്ന് സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സമരം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കേരളം ഈ രീതിയിൽ ഒരു സപ്പോർട്ട് തരുമ്പോൾ, ഇന്നലെയും ഇവിടെ വന്ന ഒരു KSRTC പെൻഷനറായിട്ടുള്ള ഒരാൾ ഇവിടെ വന്നിരുന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു, ഈ സമരം നിങ്ങൾ നിർത്തിപ്പോകരുത്, ഡിമാൻഡ് നേടാതെ നിർത്തിപ്പോകരുത്. നിങ്ങളുടെ ആ ഒരു ഉറച്ച വിശ്വാസവും തീരുമാനമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ, അവർ ഇവിടെ സ്കൂട്ടറിലാണ് വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞു ഈ സമരം നിർത്തിപ്പോകരുത് എന്നുള്ളത്. നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക, അത് നിങ്ങളുടെ ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ആശമാരുടെയും അപ്പുറം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ സമരമായോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പിന്തുണ കിട്ടുന്ന ഒരു സമരം നമുക്ക് വിജയിക്കാതെ നിർത്തിപ്പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സമരം തുടരും, ഈ സമരത്തെ കേരളം നിലനിർത്തും. ഇവിടെ ഞങ്ങളൊരു ലൈബ്രറി സ്ഥാപിച്ചിട്ടുണ്ട്. അതൊരു സമര കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ കേന്ദ്രവും കൂടിയായി മാറിയിരിക്കുന്നു, ഒരു വിജ്ഞാനം. ഇപ്പോൾ ഇവിടെ വന്ന ആളുകൾക്ക് ധാരാളം പുസ്തകങ്ങൾ വായിക്കാനും അറിവുകൾ പരസ്പരം പങ്കുവയ്ക്കാനും ഒക്കെയുള്ളൊരു സ്ഥലവും കൂടിയാണ്. ആ വിധത്തിൽ ഞങ്ങളൊരു ലൈബ്രറി സ്ഥാപിച്ചിരിക്കുന്നു. അതോടൊപ്പം ആശമാർക്ക് തയ്യൽ പരിശീലനം നടത്താനായിട്ടുള്ളൊരു ഒരു മെഷീൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു സമരമുറയാണ്. അതെ അതെ അതെ, വളരെ വ്യത്യസ്തമായൊരു സമരമുറയാണ്. അതേപോലെ രാപകൽ സമരയാത്ര തുടങ്ങിയ അന്ന് ഞങ്ങൾ കുറച്ച് കൃഷി ഇവിടെ തുടങ്ങിയിരുന്നു. കുറച്ച് പച്ചക്കറികളും ഒക്കെ ഞങ്ങളിങ്ങനെ ചെറിയ തോതിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ വിധത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം ഞങ്ങളുടെ ഒരു സമരകേന്ദ്രം മാത്രമല്ല, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്നാണ് വന്നത്. ഇന്നലെ രാവിലെയാണ് ഞങ്ങൾ പോകുന്നത്. രാത്രി ഒരുപാട് ദൂരം ഉണ്ടല്ലോ, അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പിന്നെ ഞങ്ങളിവിടെ കൂടി സപ്പോർട്ടായിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരുപാട് ദൂരമാണല്ലോ, എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഇവിടെ വന്നു. ഇനി ഞങ്ങളൊരു 4 ദിവസം ഇവിടെ തന്നെ തങ്ങാനാണ് ഞങ്ങളെ തീരുമാനം. അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനമാവും അപ്പോഴേക്കിനെന്ന് വിചാരിക്കുന്നു, എന്നിട്ട് പോകണുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇൻസെൻറ്റീവ് കൂട്ടി വളരെ സന്തോഷമുണ്ട്.